കോട്ടയം നഗരസഭ ഭരിക്കുന്നത് UDF ആണ്. പക്ഷേ അവിടെ വലിയ പ്രശ്നമാണ് UDFിനുള്ളിൽ. കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ തന്നെ നഗരസഭയുടെ ഭരണസമിതിക്കെതിരെ രംഗത്ത് വരുന്നത് കണ്ടതാണ്. വാഗ്ദാനങ്ങൾ മാത്രമാണ് നഗരസഭ നൽകിയിരിക്കുന്നതെന്ന് തുറന്നു പറഞ്ഞത് മാധ്യമങ്ങളോ പ്രതിപക്ഷവുമല്ല. മറുവശത്ത് പറഞ്ഞത് വൈസ് ചെയർമാനാണ്, നഗരസഭയുടെ വൈസ് ചെയർമാനാണ്, DCCയുടെ നേതാവാണ്, കോൺഗ്രസ് നേതാവായ ഗോപകുമാറാണ്. അപ്പോൾ ഇന്നലെ നഗരസഭയുടെ ഭാഗത്ത് ഒരു ഭീഷണി വന്നിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് നേരെ. വാർത്തകൾ വസ്തുതാപരമായി നൽകിയില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്നാണ് ഇപ്പോൾ നഗരസഭ ചെയർപേഴ്സന്റെ താക്കീത് വന്നിരിക്കുന്നത്. പദ്ധതി വിഹിതം ചെലവഴിക്കുന്ന കാര്യത്തിൽ നഗരസഭ പിന്നോക്കം നിൽക്കുന്ന വാർത്ത നൽകിയതാണ് പ്രകോപനത്തിന് കാരണം. അപമാനഭാരത്താൽ വൈസ് ചെയർമാൻ ബജറ്റ് അവതരിപ്പിച്ച നഗരസഭ തുക ചെലവഴിക്കുന്നതിൽ ഇക്കുറിയും കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അത്യന്തം ദുഃഖത്തോടെയും അതിലേറെ അപമാനഭാരത്തോടെയുമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ചുമതലപ്പെട്ട ധനകാര്യ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ ഞാൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെയാണ് ഈ ഭരണകാലത്തെ 5ാമത് ബജറ്റ് പ്രസംഗം നടത്തുന്നത്. ഈ വാർത്ത നൽകുമ്പോഴാണ് പദ്ധതി വിഹിതം ചെലവഴിക്കുന്ന കാര്യത്തിൽ നഗരസഭയുടെ വീഴ്ച ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 211 കോടി രൂപ നഗരസഭയുടെ ഫണ്ടിൽ കാണാതെ പോയി എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഏജൻസികൾ കയറിയിറങ്ങി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ്. പദ്ധതി വിഹിതം ചെലവഴിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നഗരസഭയാണ്. പെൻഷൻ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയിൽ ജോലി നോക്കിയിരുന്ന ഒരു ജീവനക്കാരൻ ഒളിവിൽ പോയ ഒരു നഗരസഭയാണ്. ഇതിന് പിന്നാലെയായിരുന്നു ഫോൺ വിളിച്ചുള്ള നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ്റെ താക്കീത്. പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ നഗരസഭ പിന്നിൽ അല്ലെന്നും തെറ്റായ വാർത്ത നൽകിയാൽ കേസ് നൽകുമെന്നുമായിരുന്നു പ്രതികരണം. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കാം. കേരളത്തിൽ ആകെയുള്ളത് 87 നഗരസഭകൾ. അതിൽ തുക ചെലവഴിച്ചതിൽ കഴിഞ്ഞ വർഷം 80ാം സ്ഥാനത്തായിരുന്നു കോട്ടയം നഗരസഭയുടെ സ്ഥാനം. ആകെ ലഭിച്ച 56.30 കോടിയിൽ ചെലവഴിച്ചത് 15.04 കോടി മാത്രം. നടപ്പു വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാലും പിന്നോക്കം തന്നെയാണ് കോട്ടയം നഗരസഭ. നിലവിലെ കണക്കുകൾ പ്രകാരം 72ാം സ്ഥാനത്താണ് കോട്ടയം നഗരസഭ. വസ്തുതകൾ ഇതായിരിക്കെയാണ് നഗരസഭാ ചെയർപേഴ്സന്റെ പ്രകോപനം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.